ഇത് കറുത്തമ്മ, തകഴിയുടെ ചെമ്മീൻ എന്ന സിനിമയിലൂടെ ലോകം മുഴുവൻ അറിഞ്ഞ കറുത്തമ്മ. ഇത് പരീക്കുട്ടി, കറുത്തമ്മയെ സ്വന്തമാക്കാൻ പണവും സ്നേഹവും വാരിക്കൂരി നൽകി ഒടുവിൽ വഞ്ചിതനായ പരീക്കുട്ടി. തൻ്റെ പ്രാണപ്രേയസി പളനി എന്ന മറ്റൊരു പുരുഷൻ്റെ ഭാര്യയായപ്പോൾ എല്ലാം തകർന്ന പരീക്കുട്ടി കടപ്പുറത്തെല്ലാം ചങ്കുപൊട്ടി പാടി നടന്നു. ഒടുവിൽ പരീക്കുട്ടിയും കറുത്തമ്മയും കടപ്പുറത്ത് മരിച്ചു കിടക്കുമ്പോൾ ചെമ്മീൻ സിനിമ പൂർണ്ണമാവുകയാണ്. പക്ഷേ സത്യത്തിൽ അവർ മരിച്ചിരുന്നില്ല. പിന്നീടുള്ള സംഭവ വികാസങ്ങൾ ഇതൊക്കെയാണ്. ദി കൊഞ്ച്. രൂപ 80 രൂപ 90 രൂപ. അതെ, ഒരുത്തൻ വിളിച്ചിരിക്കുന്നു 90 രൂപ. 100 രൂപ. ഒരു കറമ്പൻ 100 രൂപ. 110 രൂപ. ഒരു കുള്ളൻ 110 രൂപ. 115. സമര ഷർട്ടുകാരൻ 115 രൂപ. 120 രൂപ. നല്ല പിടയ്ക്കുന്ന മത്തി, പിടച്ച് മരിച്ച മീൻ 120 രൂപ 2 തരം. 125. 125 രൂപ 1 തരം. ഇതാണ് പരീക്കുട്ടിയുടെ മകൻ പിരീക്കുട്ടി. ഇന്ന് കമ്മീഷൻ ഏജന്റാണ്. മാർക്കറ്റിലെ ഈ തിരക്ക് പിടിച്ച നിൽപ്പ് കണ്ടാലറിയാം ഇവിടുത്തെ എന്തൊക്കെയോ ആണെന്ന്. 125. 130. ഇതാണ് കരുണൻ, ഈ കടപ്പുറത്തിൻ്റെ മുറിവൈദ്യൻ. നാട്ടുകാർ ഇദ്ദേഹത്തെ ഓമനിച്ചു വിളിക്കുന്നത് നായങ്കരണൻ എന്നാണ്. നീ ഒലത്തും. എടാ, നീ വല്ല പച്ചക്കറിയും മേടിച്ചു കൂട്ട്. പച്ചമരുന്ന് കടക്കാരൻ പച്ചമീൻ മേടിക്കാൻ വന്നേക്കണ്. പല ചേട്ടത്തിമാരുടെ വല്ല ചീഞ്ഞ ചാളയാ വെട്ടാനാ വാളാനോ എല്ലാം മേടിച്ച് കഴിക്കാൻ. എത്ര വിളിച്ചേ? 160. 160. 80 രൂപ 3 തരം. എനിക്ക് ഞാൻ തന്നെ ലേലം ഉറപ്പിച്ചു. ഒരുത്തരും മീൻ തരില്ല. എല്ലാവരും വീട്ടിൽ കൂടെ പൊക്കോളാം. ഇതെല്ലാം ചാകരയാണോ? ഞാൻ ഉണ്ടാക്കിയ മീൻ ഞാൻ തന്നെ ലേലം വിളിച്ച ഞാൻ തന്നെ എടുക്കും. എല്ലാവരും പൊക്കോ, എല്ലാവരും പൊക്കോ, എല്ലാവരും പൊക്കോ. എന്നെ വീട്ടിൽ കൊണ്ടുപോയി എനിക്ക് ആരും വെച്ച് വരാനില്ലെങ്കിൽ ഞാൻ എങ്ങനെയും വെച്ച് കഴിച്ചോളാം. നീ പോടാ. ഇവർ തമ്മിൽ എന്നും മത്സരമാണ്. ഇവർ തമ്മിലുള്ള മത്സരം എന്തിനാണെന്ന് പിന്നാലെ നമുക്കറിയാം. ഇത് കറുത്തമ്മയുടെ മകൾ വെളുത്തമ്മ. കോളേജിലേക്കുള്ള പുറപ്പാടാണ്. എന്റെ പടച്ചോനെ, എന്റെ വാപ്പാടെ കയ്യിൽ നിന്ന് വള്ളവും വലയും മേടിച്ച പൈസ കൊണ്ട് ഒരുത്തന് MIT മേടിച്ചു കൊടുത്ത് അതിന്റെ പുറകെ ഇരുന്ന് ഷൈൻ ചെയ്ത് പോവല്ലേ കറുത്തമ്മേ. എന്റെ വാപ്പാനെ ചതിച്ചതിന് നിന്റെ മോളെ ഞാൻ ചതിക്കൂടി കറുത്തമ്മേ. വന്നല്ലോ വനമാല. ഹായ് വെളുത്തമ്മ. വെളുത്തമ്മ, എനിക്ക് വേണ്ടി 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? അയ്യോ, പറ്റുമോ? എനിക്ക് ക്ലാസ് അറ്റൻഡ് ഹോംവർക്ക് ചെയ്യാനുള്ളതാ. അതെയോ? എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പറഞ്ഞു. അതായത് ഭാവിയിൽ പഠിച്ച് ആരായിട്ടാണ് മോഹനൻ അല്ല മോഹം? എനിക്ക് പഠിച്ച് വലിയൊരു ഹോം നേഴ്സ് ആവണം. എനിക്ക് ആ ഹോസ്പിറ്റലിൽ ഡോക്ടറാൻ പറ്റിയല്ലോ. കാരണം വെളുത്തപ്പഴത്തിന് പഠിപ്പും പത്രാസും എനിക്കില്ലല്ലോ. അതൊക്കെ പോട്ടെ, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. പറയാനുണ്ട്.
ആ അത് കുറെ നാളായിട്ട് ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുക. വെളുത്തമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണോ? അത് പിന്നെ പിന്നെ ഇഷ്ടപ്പെട്ടൊരു കാര്യമില്ല. ഇഷ്ടപ്പെടണമെങ്കിൽ ഇപ്പൊ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടോ? അത് ഞാൻ പിന്നെ പറയാം. ആഹാ, എനിക്കിപ്പോഴും നിങ്ങളുടെ പുറകെ നടക്കാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് രണ്ടിലൊന്നും ഇപ്പൊ അറിയണം. എത്ര നാളായി പുറകെ നടക്കുന്നു? ഇഷ്ടമാണെന്ന് പറയടി. ശരിയാ, എത്ര നാളെ പുറകെ നടക്കുന്നു? ഒന്ന് പറയടി. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറ. നാളെ വൈകിട്ട് കോളേജ് വിട്ട് വരുമ്പോ ഇതിനുള്ള മറുപടി പറയാം. അത് ശരി. അപ്പൊ കോളേജ് വിട്ടു വരുന്നവരെ ഞാൻ ഇവിടെ കുത്തിയിരിക്കണം. ഞാൻ അതിന് റെഡിയാ. അതൊന്നും വേണ്ട. നാളെ വൈകിട്ട് കൃത്യം 6 മണിയാകുമ്പോ വീട്ടിൽ വന്നാൽ മതി. ഞാനൊരു തീരുമാനം പറയാം. അയ്യോ, വേഗം വാടി. ഇവളെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ബാപ്പ ഇവളുടെ അമ്മക്ക് വള്ളവും മലയും മേടിക്കാൻ കൊടുത്ത കാശെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഈ വെളുത്തമ്മ വരാനുള്ള സമയം കഴിഞ്ഞല്ലോ. ഇവളിത് എവിടെ പോയി കിടക്കുകയാണ്? കോളേജ് വിട്ടില്ലേ? ഇനി ആ പരീക്കുട്ടി എങ്ങാനും വരുന്ന വഴി കേറി മുട്ടി റൂട്ട് തിരിച്ചു കൊണ്ടുപോയാവോ? എന്റെ പൊന്നോ, ഓരോ ദിവസം ചെല്ലുന്തോറും പടവളം വലുതാവുന്ന പോലെ പടർന്ന് പന്തലിച്ചല്ലേ വരുന്നത്. ഈ കണക്കിന് പോയാ അവൾ അവിടെ അമ്മേനെയും വെട്ടും. എന്റെ നറുനണ്ടിക്കാവ് ഭഗവതി. ദൈവമേ. അതെ നായക്കറിനേട്ടാ, എന്തോ? എന്റെ മുഖം ദേ ഈ ചുവന്ന തുടുത്ത് ഇവളെ പോലെ സുന്ദരിയാവാൻ എന്തെങ്കിലും പൊടിക്കൈകളുണ്ടോ? അതെ, വേറെ ഒന്നും ചെയ്യണമെന്നില്ല. എന്റെ ഓമന പേരിലുള്ള പൊടി 3 നേരം മുഖത്ത് പിറക്കിയാ മതി. അതെന്നെ പൊടിയാ? നായികരുടെ പൊടി. അയ്യടാ, അത് ചേട്ടന്റെ മുഖത്തങ്ങ് തേച്ചാ മതി. ഒന്ന് പൊടി കൊടുത്ത് ആ വെളുത്തച്ചെള്ള മരുന്ന് കൊടുത്തേ. മേടിച്ചോ? അത് തന്നെയാടാ. വൈദ്യര് പറഞ്ഞ പോലെ അങ്ങ് കൊടുത്താ മതി. 3 നേരം കഴിക്കാൻ ഞാൻ വൈകുന്നേരം എത്തിച്ചേക്കാം. ചെല്ല്. അയ്യോ, പോണ പോക്കിയണ്ടില്ലേ. വെളുത്തമ്മേ, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. എനിക്ക് ഒത്തിരി ആലോചനകളൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോട്ടക്കൽ അരിവിതശാലയിൽ ലേഹ്യമുണ്ടാക്കുന്ന അലോഷിയുടെ മകൾ മനീഷയെ എനിക്ക് വേണ്ടി ആലോചിച്ചതാ. എന്നിട്ട് കരുണേട്ടൻ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു എനിക്ക് ഒരാളോട് ആലോചിക്കാനുണ്ട്. ആരുമായിട്ട്? ഓ, അതും അറിയില്ലേ? ഈ നിൽക്കുന്ന വെളുത്തമ്മയോട്. അല്ലാണ്ട് ആരോടാ? അതും അറിയില്ല. കൊറേ നാളായില്ലേടി ഇങ്ങനെ പുറകെ നടക്കുന്നു. ഇഷ്ടമാണെന്ന് പറ. അത് പിന്നെ നാളെ വൈകിട്ട് കോളേജ് വിട്ടു വരുമ്പോ ഞാൻ മറുപടി പറയാം. അല്ല വേണ്ട, നാളെ വൈകിട്ട് കൃത്യം 6 മണിയാകുമ്പോ വീട്ടിൽ വന്നാൽ മതി. ഞാനൊരു തീരുമാനം പറയാം. ആരെങ്കിലും ടോർച്ച് ബൾബ് കൊണ്ടോ തെളിച്ചാണോ വെട്ടയില്ലെന്ന് കാണൂല. ഇത് എപ്പ ചെല്ലാനാണ് വീട്ടിൽ? ഒരു ലൈൻ മറിച്ചിട്ട് അതിലും വഴി നടക്കണം, അല്ലെങ്കിൽ കാലുറക്കണില്ല. അയ്യോ, എല്ലാരും പിടിക്കണത്. അതെ, ഇവിടെ നീ കൊല്ലുന്ന നോട്ടം നോക്കാ. ഇതിലാരാ തങ്കപ്പെന്ന് വെച്ചാ വിളിച്ചിട്ട് പോചേച്ചാട്ട്. അപ്പൊ ഇതാണ് തങ്കപ്പൻ. അയാളുടെ കാര്യം തീരുമാനമായി. അയ്യോ, രാമായണ മാസാണെന്ന്. രാമായണം വായിക്കണേറ്റിട്ട് എന്ത് നോക്കിക്കടാ? ഒന്ന് വീട്ടിൽ പോടാ പണ്ടാരൊക്കെ. ഈ കർക്കിട മാസത്തിൽ 2 കിട്ടാറിലാണല്ലോ. ഒരെണ്ണത്തിന് കുറവുണ്ടോ? അയ്യോ, എല്ലാം ഓക്കെ ഓക്കെടാ. താങ്ക് യു. അമ്മേ, അയ്യോ അമ്മേ, ഞാൻ കടപ്പുറത്ത് പോയി കിടന്നോളാടി. തങ്കപ്പൻ ചേച്ചി, എനിക്ക് വീടില്ലാട്ടോ. അവളെ എന്റെ ഭാര്യ കണ്ടിരുന്നു എന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ ഞാൻ കുറെ മേടിച്ചു കൂട്ടിയാണ്. എന്റെ ദൈവമേ. പാന്റിനുള്ളിൽ പൈന്റാണ്, ചുണ്ടിനുള്ളിൽ ഹാൻസാണ്, പൈന്റടിച്ചാൽ പാമ്പാണ് സോണിയ സോണിയ. സേവിച്ചു ഇവർ നീരും മുമ്പേ നീ എന്നെ തനിച്ചാക്കി അകന്നിടുമോ?
ഒന്നും രണ്ടാണ്, രണ്ടടിച്ചാൽ പൂസാണ്, പൂസായാൽ ഞാൻ വിറ്റാകും സോണിയ സോണിയ. കടപ്പുറം ഹൈസ്കൂളിൽ നാം അന്ന് പഠിക്കുമ്പോൾ പുളിമാങ്ങ സാൽട്ടും കൂട്ടി കഴിച്ചതല്ലേ. കടപ്പുറം ഹൈസ്കൂളിൽ നാം അന്ന് പഠിക്കുമ്പോൾ പുളിമാങ്ങ സാൽട്ടും കൂട്ടി കഴിച്ചതല്ലേ. മാങ്ങ തിന്നത് നീയാണ്, തല്ലുകൊണ്ടത് ഞാനാണ്, തല്ലെനിക്ക് പുല്ലാണ് സോണിയ സോണിയ. ഇയാള് തന്നെയാണോ ഇത്? അത് തന്നെ മുതുങ്കോല്. നീ വന്നോ? അല്ല നീ സ്വപ്നം കണ്ടിട്ട് കിടക്കണ എല്ലാ കാലവും. അമ്മേ, അയ്യോ, എടി എന്നെ ഒന്നും ചെയ്യാതെ. എടി നല്ലൊരു സ്വപ്നം കണ്ട് കിടക്കുകയായിരുന്നു. ഇല്ല, ഞാൻ വാടാ ഇങ്ങോട്ട്. പറ്റത്തില്ല, വരികയില്ല. ഇങ്ങോട്ട് വരൂ. അമ്മേ, എന്നെ കൊണ്ടുപോയേ. നീ അറിയുന്നു 6 മണിക്ക് എത്ര പറഞ്ഞാ ഞാൻ 5 മിനിറ്റ് അകത്തേക്ക് കയറി വരൂ. എന്ത് സാധനം ഈ കിടക്കണത്? ഇതെന്റെ വെളുത്തച്ഛൻ, എന്റെ വളർത്തച്ഛൻ. വെളുത്തച്ഛൻ എന്താണ് ഇങ്ങനെ കിടക്കണത്? എണീക്കാൻ പറ്റാത്തോണ്ട്. അല്ല, ആ. ഞാനെല്ലാം പറയാം. ആ. എനിക്ക് ഓർമ്മ പോലും ഇല്ലാത്ത പ്രായം, പക്ഷേ ഞാനതെല്ലാം ഓർക്കുന്നു. എന്നെ എടുത്തു വളർത്തിയ എന്റെ പഞ്ചമിയമ്മ ഒരു കൊരണ്ടയിലിരുന്ന് തെരണ്ടി മുറിക്കുകയായിരുന്നു. എന്താടി തുറുപ്പക്കനി? അവളുടെ ഒരു വെട്ടലി. എന്താടി ഇത്ര നേരമായിട്ട് കഞ്ഞും കറി ശരിയായില്ലേ? കുടിച്ചിട്ട് വരുമ്പോഴേ ഇവിടെ കഴിക്കാൻ വല്ലതും ഉണ്ടോന്നും കൂടി അന്വേഷിക്കണം. അല്ലാതെ വരുമ്പോ തന്നെ ചോറും കറിയും ഉണ്ടാക്കി തരാനേ ഇവിടെ വല്ലതും ഉണ്ടായിട്ട് വേണ്ടേ? നിന്നെ ഇന്ന് ശരിയാക്കി തരാടി. നിന്റെ അയ്യോ, ഒറ്റക്കുള്ള അടിക്കല്ലേ. തീറ്റ എന്റെ ഇന്ന് കർത്താവേ. മല അയ്യോ, പോലെയായി അവള്. വേണ്ട. ആ, അയ്യോ. അയ്യേ. ദൈവമേ, നിങ്ങൾ എന്താണ് മനുഷ്യനെ ഈ കാണിക്കുന്നത്? തെരണ്ടി വാലുകൊണ്ട് അടിച്ച് നിങ്ങൾ ദൈവം ശിക്ഷിക്കും. എന്നോട് അയ്യോ. നീ ആർക്ക് വെള്ളം കാച്ചാനിരിക്കണ ഇവിടെ? ഇന്നെന്റെ മുക്കുവൻ മുത്തിനു പോണം, പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോണം. ഇന്നെന്റെ മുക്കുവൻ മുത്തിനു പോണം, പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോണം. അരയത്തി പെണ്ണ് നൊന്ത് പ്രാഗി, അരയത്തി പെണ്ണ് നൊന്ത് പ്രാഗി. അവനെ കടലമ്മ കൊണ്ടുപോണം, അവനെ കടലമ്മ കൊണ്ടുപോയി. പക്ഷേ പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയി. അച്ഛനെ കടലമ്മ കൊണ്ടുപോയി. അരയത്തി പെണ്ണുങ്ങളെല്ലാം തപസ്സിരുന്നു. കടലമ്മ കൊണ്ടുവന്നു. പക്ഷെ കിട്ടിയതോ ശവം പോലെ കിടക്കുന്ന ഈ വെളുത്തച്ഛനെ. കടലിലാട്ട് മുത്തിനു പോയി മുങ്ങിയ എന്നെ തെരണ്ടികൾ കൂട്ടം ചേർന്ന് വാലിനടിച്ച് കയ്യും കാലും ഒടിച്ച് തളർത്തി. പഞ്ചമിയെ തലേന്ന് ദൈവം തെരണ്ടികൾക്ക് കൊടുത്ത കൊട്ടേഷൻ. ആ, ദൈവം കൊടുത്ത കൊട്ടേഷൻ എന്ന്. ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞ എന്തിനാണെന്ന് അറിയാമോ? ഈ തളർന്നു കിടക്കുന്ന എന്റെ വെളുത്തച്ഛന്റെ മുന്നിൽ വെച്ച് എല്ലാം തുറന്നു പറയാൻ. മലപ്പുറം ഏരിയയിൽ പിരിക്കുട്ടിയെയും തിരുവനന്തപുരത്ത് നായ്ക്കരണനെയും കല്യാണം കഴിക്കാൻ ഞാൻ ഹരികൃഷ്ണൻസിലെ നായികയൊന്നുമല്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം തുറന്നു പറയുന്നു. എന്റെ ഈ അച്ഛനെ ഈ കട്ടിലിൽ നിന്ന് ആരാദ്യം എഴുന്നേൽപ്പിക്കുന്നുവോ അയാളുടെ പെണ്ണാണ് ഞാൻ. സ്റ്റോപ്പ് ഇറ്റ്. ഇതെന്താ ഇത്ര വരെ പൊക്കിക്കൊണ്ട് സ്റ്റോപ്പിട്ട് പറഞ്ഞതിനാ? എനിക്ക് പറ്റിയല്ല. എനിക്ക് ഇതുപോലെ കട്ടിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ ആർക്കും പറ്റും. പക്ഷേ ആരുടെയും ഔദാര്യമില്ലാതെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു ചുറുചുറുക്കുള്ള വെളുത്തച്ഛനെയാണ് എനിക്ക് വേണ്ടത്. 28 കലണ്ടറിൽ നോക്കിയാടാ. 27, 28, 29, 30. ഇന്നേക്ക് 30-ാം നാൾ ഈ കിടന്ന കിടപ്പിൽ കിടക്കുന്ന വെളുത്തച്ഛനെ എഴുന്നേൽപ്പിച്ച് ഈ നിൽക്കുന്ന വെളുത്തമ്മയെ സ്വന്തമാക്കും. ഇത് സത്യം സത്യം സത്യം. ഓ, അല്ല സത്യോടെ ആരുടെ അനുഭവം വേണല്ലോ. വെളുത്തമ്മയ്ക്ക് അറിയാമോ, എന്റെ വടുകപ്പുളി അച്ഛൻ എനിക്ക് ഒരു ഓല തന്നിട്ടുണ്ട്. ഈർക്കിൽ ചെയ്യുമ്പോ ചൂലുണ്ടാക്കാനായിരിക്കും. ഓല എന്ന് പറഞ്ഞാൽ ഓല ഗ്രന്ഥം. അതിൽ മാറാ രോഗങ്ങൾക്ക് വരെയുള്ള മരുന്നുണ്ട്. അതുപയോഗിച്ച് ഞാൻ ഈ വെളുത്തച്ഛനെ കറുപ്പിച്ചിരിക്കും, നടത്തിച്ചിരിക്കും.
അത് സത്യമാണ് വെളുത്തമ്മ. ഒന്ന് എഴുന്നേറ്റ് പോയിക്കടാ ഒന്ന്. വെളുത്തമ്മ കണ്ടോ, ഇന്നേക്ക് 30 ദിവസത്തിനകം ഈ ചത്ത ജാമം പോലെ നടക്കുന്ന ഈ കിളവനെ എന്റെ ഈ യൂനാനി മരുന്ന് കൊണ്ട് എഴുന്നേറ്റ് നടത്തിയിരിക്കും. അല്ലെങ്കിൽ അയാൾ നിറങ്ങിയെങ്കിലും പോവും. എന്റെ യൂനാനിത്തങ്ങളാണ് സത്യം. ദേ ഞാൻ കേട്ടിട്ട് എന്റെ അമ്മോ കാട്ടിൽ സുന്ദരിയുള്ള മോള് കൊള്ളാലത്. ദേ പുറകെ അവനും മന്നുണ്ട്. ബാപ്പ കുറെ നാൾ അമ്മയുടെ പുറകെ നടന്ന, ഇപ്പൊ ഇതാ മകളുടെ പുറകെ അവനും. എടാ പിരിക്കുട്ടി, ഒരു കൈ നോക്കടാ. ഇത് പോടാന്ന്. വാട ഇവിടെ ഇരിക്കി. എടാ ഞാൻ ഒരു കൈ നോക്കാൻ അങ്ങോട്ട് പോണാണ്, അപ്പോഴാണ് ഇവിടെ ഒരു കൈ. ഒന്ന് പോടാപ്പാന്ന്. എടാ നീ അവിടെ പുറകിനെ മണപ്പിച്ച് നടക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ. അവസാനം ആ നായകനെ അവിടെ അടിച്ചോണ്ട് പോവുകയും ചെയ്യും. നിന്റെ ജീവിതം കട്ടപ്പോകാം. നീ എന്താ താമസിച്ചു വൈകിപ്പോയി സോറി. രണ്ടെണ്ണം കൂടി പടിഞ്ഞാറ്റേക്ക് വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ രണ്ടും കൂടി കടപ്പുറം നാറ്റിക്കൊള്ളാൻ തോന്നുന്നത്. നാട്ടിച്ചാ പോട്ടെ നോക്കാം. അവൾ തള്ളയെ പോലെ കടപ്പുറം മുടിപ്പിക്കാണ്ടിരുന്നാ മതി. അവളിപ്പോ സിനിമയിൽ കയറാൻ വേണ്ടി നടക്കുവാണ്. 3 രൂപ കൊടുത്ത് ബസ്സിൽ കയറണ പോലെയാണ് ഈ സിനിമയിൽ കയറാൻ പോണത്. സിനിമയിൽ കയറണമെങ്കിൽ അനുഭവിക്കണം. എന്ത്? അല്ല, അഭിനയിക്കണമെന്ന് പറയുമായിരുന്നു. ഇതെല്ലാം ഒരു പോക്കായത്. നോക്കിക്കേ, കടലമ്മ എനിക്ക് കൊണ്ടു തന്നൊരു ചക്കയായത്, അല്ല ഒരു തേങ്ങയായത്. വേണ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആർക്കും വെളുത്തമ്മ ഞാൻ വിട്ടു കൊടുക്കുകയാണ്. അതറിയോ? അല്ലെങ്കിൽ എൻ്റെ നോട്ടത്തിന് എന്നാ ഒരു കുഴപ്പം? ഞാൻ അങ്ങോട്ട് നോക്കുന്നു, വെളുത്തമ്മ എന്നെ ഇങ്ങോട്ട് നോക്കുന്നു. ഞാനും വെളുത്തമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കളിക്കുന്നു. പക്ഷെ നമ്മൾ തമ്മിൽ അങ്ങനെ നോക്കി കളിച്ചോണ്ടിരിക്കുമ്പം വേറെ ആരും ഒളിഞ്ഞിരുന്ന് നമ്മുടെ നോട്ടം നോക്കാതെ ഇരുന്നാലും മതിയായിരുന്നു. പിരിക്കുട്ടിക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? പിന്നെ ഇക്ക എന്നെ ആദ്യമായിട്ട് കണ്ടത് എവിടെ വെച്ചാണെന്ന് ഓർക്കുന്നുണ്ടോ? ആദ്യമായിട്ട് കണ്ടത് പിന്നെ ഒരു ചാകരക്കാണോ അതോ ഒരു ട്രോളിംഗ് സമയത്താണോ? ചാകരക്കാണോ ട്രോളിംഗ് സമയത്താണോ? ചാകരയ്ക്ക് തന്നെയാ. ചാകരയ്ക്ക് ഞാനിങ്ങനെ കടപ്പുറത്തോടെ തെണ്ടി തിരിഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്ത്, അല്ല മറ്റേ കടപ്പുറത്തോടെ ഇങ്ങനെ വലയും പിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ മുമ്പിൽ കൂടെ ഒരാവശ്യമില്ല ഒരു ഞണ്ടോടി. ഞാൻ വിട്ടുകൊടുക്കോ? ഞാൻ ഞണ്ടിന്റെ പുറകെ വെച്ചു കൊടുപ്പിച്ചു. അവിടെ ചെന്നപ്പോ ഞണ്ടൊരു കുഞ്ഞു പൊത്തിലേക്ക് ഒരു ഒറ്റ കയറി പോലെ കൈയിട്ട് നോക്കിയപ്പോഴത്തേനും കയ്യിൽ കടിച്ചു ഞണ്ട്. ഞാൻ വലിച്ചൂരി നോക്കിയപ്പോഴത്തേനും കൈയുടെ വിരലിങ്ങനെ കടിച്ചു പിടിച്ച് തൂക്കി കിടക്കണ ഞണ്ട്. ഞാൻ എന്തായാലും ഞണ്ട് പിടിച്ച് കടിച്ചു കൊല്ലാൻ പോണേന്ന് പറഞ്ഞ് കാറിയപ്പേ ഓർക്കണ്ട. വെളുത്തമ്മ വന്നു വെച്ചാൽ ഒരു കരിങ്കല്ല് കൊണ്ടുവന്നിട്ട് ഞണ്ടിനെ ഇടിച്ചു കൊല്ലാൻ പോയത്, ഇടിച്ച് കൊന്ന്. പക്ഷെ ഞണ്ടിലല്ല അന്ന് കൊന്നത്, എന്റെ കയ്യാ ഇടിച്ച് കളിക്കിയത്. കണ്ടോ? ഇപ്പോഴും ആ അസുഖം എന്റെ നെഞ്ചി കെട്ടിക്കിടക്കുക. എന്റെ വെളുത്തമ്മ അതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടായില്ല അല്ലേ? ചിലപ്പോ വെളുത്ത ഞണ്ടായിരിക്കും കരിങ്കല്ലിന്റെ കൈ കൊണ്ട് ഇടിച്ച് കളിക്കല്ലേ, അതായിരിക്കും. കർണേട്ടാ ഇവിടെ എന്നാ പറിക്കുവാ? അവനിവിടെ ആടിന് പുല്ല് പറിച്ചോണ്ടിരിക്കുവാ. നീ മിണ്ടരുത്. വെളുത്തമ്മയുടെ വളത്തച്ഛനായ വെളുത്തച്ഛന് വേണ്ടി കുറച്ച് പച്ചമരുന്ന് പറിക്കായിരുന്നു. ഈ തവളപ്പത്തെല്ലാം ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ വെളുത്തമ്മ? എന്റെ വെളുത്തമ്മ, എനിക്ക് ഈ ഒറ്റമൂലിയിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല. ചികിത്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുനാനി ചികിത്സ. സുനാമിയോ? സുനാമി അല്ല, യുനാനി. ഈ തേങ്ങ ഒന്ന് പിടിച്ചേ. അതായത് ഇത് കണ്ടോ, ഇതാണ് യുനാനി മൂക്കിപ്പൊടി. കണ്ടില്ലേ? അതായത് ഫോറസ്റ്റ് കമ്പിൾ. ഇത് പയ്യെ ഇങ്ങനെ ഇട്ടിട്ട് പതിയെ അടച്ചിങ്ങനെ ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ മടി വെച്ചതിന് ശേഷം പതിയെ എടുത്ത് മൂക്കിൽ വെച്ചിട്ട് ഇതുണ്ടോ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് പോയിക്കൊണ്ടിരിക്കും. അതാ പറഞ്ഞ് ചികിത്സ ചെയ്യുവാണെങ്കിൽ യുനാനി ചികിത്സ ചെയ്യണവാ. അവള് പറഞ്ഞ ശരിയാ, ഇത് യുനാനി അല്ല സുനാമിയാ. എന്റെ മകൻ പിരിക്കുട്ടിക്ക് ക്യാഷ് അയച്ചു കൊടുത്തിട്ട് ഒരു നയാ പൈസ പോലും വീട്ടിലേക്ക് അയക്കുന്നുമില്ല, ഇവനെ കാണുന്നുമില്ല. ഇവനെ ഞാൻ പിടിച്ചിട്ട് തന്നെ ബാക്കി തരും. എടാ പിരിക്കുട്ടി, ബാപ്പ എവിടെ കിടന്ന് അലറാതെ. ബാപ്പയെ ചതിച്ചവരോട് ഞാൻ പ്രതികാരം ചെയ്യുമോ, ഇത് തെളിയിക്കുകയും ചെയ്യും. ഞാൻ മരിച്ചെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായടാ പിരിക്കുട്ടി? ഞാൻ 5-8 പ്രാവശ്യം ചെമ്മീൻ സിനിമ കണ്ടതല്ല ബാപ്പ. നോക്ക്, എങ്ങാട്ട് നോക്കാനാണ് ബാപ്പ പറയണത്? കടപ്പുറംകാരൻ നിന്നെയും ചതിക്കും. ചെമ്പൻകുഞ്ഞിന് വള്ളവും മലയും മേടിക്കാൻ കാശ് കൊടുത്തപ്പോഴത്തേനും ബാപ്പാനെ ചെമ്പൻകുഞ്ഞ് അയച്ചില്ലേ? അതിന്റെയും കൂടി കാര്യം പറയാൻ വേണ്ടിയാണ് മോനെ ഞാനിവിടെ വന്നത്. കറുത്തമ്മയുടെ മോള് വെളുത്തമ്മേനെ ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചിരിക്കും. അത് നടക്കില്ലടാ. എന്നിട്ട് ബാപ്പാനെ ഞാൻ കമ്പി അടുപ്പിച്ചിരിക്കും. മോനെ പിരിക്കുട്ടി, എന്നെ പോലെ നീയും ഇങ്ങനെ ആവരുതടാ മോനെ പിരിക്കുട്ടി. എന്റെ ബാപ്പ അവിടെ നിൽക്കാതെ പോ. കടൽക്കാറ്റടിച്ചു കഴിഞ്ഞ് പനി പിടിക്കും.
പിന്നെ ബാപ്പ പാടിക്കൊണ്ടിരുന്ന പാട്ടില്ലേ അത് ഞാൻ പാടൂല, വേണേ ഹമ്മിങ് എടുക്കാം. മാനസമൈനേ വരൂ എന്റെ പട്ടി പാടും. കത്തുണ്ട്. ഇതെന്നെ ഓണമായിട്ട് മറ്റേ റംസാന്റെ കാട് വന്നോ. പോട്ടെ പോട്ടെ പോട്ടെ. അതെ പറ്റോ ഇവനെ കൊന്നല്ലേ വൻ. പോസ്റ്റ് എവിടുന്ന പപ്പേട്ട? പോസ്റ്റ് ഓഫീസ് അതല്ല, കത്ത് എവിടുന്നാന്ന്? ഒറ്റപ്പാലത്തുനിന്നാ. എങ്കിൽ ഡയറക്ടർ അലോഹിതദാസിന്റെ കത്തായിരിക്കും. ആർക്കറിയാം. കുട്ടിയുടെ കത്ത് കിട്ടി, കൂടെ ഫോട്ടോയും. നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടിയാ. ഇനി അഭിനയത്തിന്റെ കാര്യത്തിൽ കുട്ടി ഓക്കെ ആണെങ്കിൽ മറ്റൊരു സീതാ ജാസ്മിൻ ആവും. ഇല്ലെങ്കിൽ ഞാൻ ആക്കും. വർക്ക് തുടങ്ങുമ്പോൾ വിവരം അറിയിക്കാം. ക്യാമറ ടെസ്റ്റിൽ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിർത്തട്ടെ അലോഹിതദാസ്. ഈശ്വര, ഈ പടത്തിൽ നായികയായിട്ട് കിട്ടിയ കടലമ്മയ്ക്ക് ഒരു റോള് ഫിലിം തന്നേക്കാമേ. ആ ചേട്ടാ, ഒരു കരിമീൻ പൊരിച്ചത് പോരട്ടെ. ഇവിടെ ഒന്നുമില്ല, നിനക്കാണെ ഒട്ടുമില്ല. ഒരു പ്രത്യേക അറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് ന്യൂനമർദ്ദം ഉള്ളതിനാൽ അറബിക്കടലിൽ കനത്ത കാറ്റും കോളും വീശുവാൻ സാധ്യതയുണ്ട്. മീൻപിടുത്തക്കാർ ഇന്ന് കടലിൽ പോകുവാൻ പാടുള്ളതല്ല. എത്ര നാളായി ഇവന്മാർ ഈ വാർത്ത കേൾക്കാൻ കൊതിക്കുന്നു. എന്റെ പൊന്നു ചേട്ടാ, ഈ കാലാവസ്ഥ പ്രവചകര് പ്രവചിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ ഇവന്മാര് ധൈര്യസഭയിൽ കടലിൽ പോണത്. റോളിംഗ് ബെല്ല്. എന്നാണ്ട് വിശേഷമൊക്കെ? സുഖമല്ലേ? എനിക്ക് പരമസുഖമാ. എന്റെ പൊന്നെ, ഒരു ശോഭ കടത്താൻ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു കൂതറ ശോഭയിലാണ് നിങ്ങളൊക്കെ മനസ്സിലെ കടത്തിരിക്കുന്നത്. ഇതിന് സ്പോഞ്ചോ സ്പ്രിങ്ങോ എന്തായാലും ഉണ്ടോ? വെളുത്തച്ഛനാ. ഇവിടെ നോക്കിയിട്ട് കറുത്തച്ഛനായിട്ട് തോന്നുന്നു. എന്റെ പടച്ചോനെ. വെളുത്തച്ഛ, ഈ സാധനം എന്നാന്നറിയോ? മൂഞ്ചാനി വിളിക്കണോ? തുമ്മു. ഇന്നെന്താണ് സ്വാതന്ത്ര്യ ദിനമാണോ? എന്നെ കണ്ട് സല്യൂട്ട് ചെയ്യിക്കാൻ പോയേണോ? എന്താ പിരിയട്ടെ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നെന്നോ? പൈൽസ് ഉണ്ടോ നോക്കുക. അതായത് ഹൃദയം എടുക്കും. അതിന് പൈൽസ് എന്നല്ല പറയുന്നേ, പൾസ് എന്നാ. അത് ശരി, ഇവിടെയൊക്കെ അങ്ങനെയാണോ പറയുന്നത്? യുനാനി ചികിത്സയിൽ ഇതിന് പൈൽസ് എന്ന് പറയും. പതിയെ വെളുത്തച്ഛ, അതെ നെറുകയില് യുനാനി പസ്മം എന്ന് വെച്ചപ്പോൾ വല്ലതും തോന്നിയായിരുന്നോ? വയറിന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് കേട്ടാ. എന്നാ നിറയെ നിരക്കാം. അങ്ങനെ വയറിന് വല്ല കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് നിറയെ എടുത്തിട്ട് നമുക്ക് നേരെ ഇപ്പൊ ഛർദിക്കാൻ തോന്നുന്നുണ്ട് കേട്ടാ. ഛർദിക്കണം. ഛർദിച്ച് കഴിയുമ്പോഴുള്ളൂ ശരീരത്തിലെ 4454 ഞരമ്പുകളും വലിച്ചു കോച്ചി പോവുള്ളൂ. എന്നാലും ശരീരത്തിൽ വികാസം ഉണ്ടാവുള്ളൂ. വെളുത്തച്ഛൻ അറിയോ ഇതാരൊക്കെ പറഞ്ഞേ? അതായത് കത്തിലൂടെ ഒരു യുനാനി വിധം പറഞ്ഞു തന്നാ. അല്ല മറ്റേ എന്ന് തോന്നുന്നുണ്ടോ? എന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ അല്ല. ബാപ്പയുടെ തളയുടെ വള്ളവും വലിയും മാത്രമല്ല, ചികിത്സയുടെ രഹസ്യങ്ങളും ഉണ്ടായിരുന്നു. അതായത് മോൾക്കറിയാൻ പാടാത്ത പല കഥകളും നാട്ടിലുണ്ട്. ആ കഥകളൊക്കെ കേൾക്കാനായിട്ട് എന്റെ അടുത്ത് വന്നിരിക്കണം. അപ്പോഴാ കഥ പറഞ്ഞു തരുള്ളൂ. അല്ല, ഒന്ന് കഥ പറഞ്ഞു. രോഗിയുടെ ശരീരത്തിൽ മരുന്ന് പിടിക്കുന്നതിന് മുമ്പ് വേറൊരു ചികിത്സ എടുത്തിട്ട് രോഗിയുടെ മനോബലം പോവും. അതിനെ മരുന്ന് കൊടുത്താലേ ചികിത്സ ഭേദവുള്ളൂ. അതെ, മരുന്ന് മാത്രമല്ല, ആർക്കും ചെളിയൊക്കെ പിടിക്കും. അതിന് വേണ്ടിയില്ലേ പച്ചലൊക്കെ ചെളിന്ന് പറഞ്ഞുകൊണ്ടോ നിൽക്കണേ? നിങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കി എന്നെ സ്വന്തമാക്കാൻ വന്നതോ അതോ തമ്മി തല്ലി ചാവാൻ വന്നതോ? വെളുത്തമ്മയ്ക്ക് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ്. എന്നാ വെളുത്തമ്മയ്ക്ക് വേണ്ടി ജീവിക്കാൻ വരെ തയ്യാറാ. നിനക്ക് പോയി മരിക്കാൻ പറ്റില്ല. എന്റെ പട്ടി മരിക്കും. മരിക്കണോ വേണ്ടത് ഞാൻ തീരുമാനിക്കണം. ഇനി മുതൽ നിങ്ങൾ വരണ്ട. നായക്കർണേട്ടൻ വരുന്ന സമയത്ത് പിരിക്ക് വരാൻ പാടില്ല, പിരിക്ക് വരുന്ന സമയത്ത് കർണേട്ടൻ വരാൻ പാടില്ല. വൈദ്യം പഠിച്ചും പാലിച്ചും ഒന്നും തന്നെ ആയിരിക്കും. അറിയാൻ പാടില്ലെങ്കിൽ പറയാൻ നിൽക്കൽ മാറിയെന്നേ. അങ്ങനെയെങ്കിലും വെളുത്തമ്മ എനിക്ക് തനിച്ച് കാണാമല്ലോ. എനിക്ക് ക്ലാസ്സിൽ പോകാനുള്ളതാ. ഞാൻ കൊണ്ടുപോട്ടാലോ? നീ എന്റെ പാട് നോക്കി. കർണേട്ടൻ കുറച്ച് സമയം ഇവിടെ ഉണ്ടാവില്ലേ? ആ ഗ്യാസാരം വരുമ്പോഴേ വായുവിന്റെ ഗുളി കൊടുക്കാം അല്ലേ? അയ്യോ, ആ ഗ്യാസിന്റെ കാര്യമല്ല പറഞ്ഞേ, പാചകവാതക ഗ്യാസ്. വെളുത്തപ്പയ്ക്ക് സമ്മതമാണെങ്കിൽ പുറത്തിരിക്കുന്നതിന്റെ സൈക്കിളിൽ ഗ്യാസ് കൊണ്ട് ഇവൻ തന്നോളും. സമ്മതമാണോ?
വെളുത്തമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ ഇവൻ കാശി അത് ഗ്യാസ് ചെയ്യാൻ എത്തിച്ചേരാം. സമ്മതമാണോ? 500 രൂപ ഉണ്ട്. ഗ്യാസ് എടുത്തതിന്റെ ബാക്കി കാശുണ്ട്. വെളുത്തമ്മയ്ക്ക് മാലയും വളയും മേടിച്ചു കൊടുത്തേ. വാങ്ങിച്ചു കൊടുത്തോ? നിങ്ങൾ മാറിക്കേ, എനിക്ക് കോളേജിൽ പോകാനുള്ളത്. ഞാൻ കൊണ്ടുവിടാം. അയ്യടാ, എനിക്കേ എന്റെ കൂട്ടുകാരുടെ ഒപ്പം പോകേണ്ടത്. ഞാനും വരാം. വേണ്ട, നീ പോടാ പോടാ. കാശുണ്ടി തരാ. ഇനി അടുത്ത ചികിത്സയും തുടങ്ങി. ഞാൻ മരിച്ചാല് എന്റെ അസുഖം ഭേദമാകുമോ? ഇവിടെ അരക്കാനും പിടിക്കാനും ആളില്ലാത്തതാണ്. തൽക്കാലം പണ്ടാരടങ്ങാൻ നോക്കും. അനിയ, ഈ വൺ മിസ്റ്റർ വെളുത്തച്ഛൻ്റെ വീട് എവിടെയാണെന്ന് അറിയാമോ? വെളുത്തച്ഛൻ, ആക്രാന്ത ഹൗസ്, കടപ്പുറം പിയോ. എടാ, എനിക്ക് എന്റെ സ്വന്തം വീട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, പിന്നെയാണ് വല്ലവന്റെ വീട്. ഒന്ന് പോടാപ്പാ. എന്നാൽ ഞാൻ തെളിച്ചു പറയാം. തെളിച്ചു പറയാൻ നീ ആരാ? ടോർച്ച. അതായത് ഈ കറുത്തമ്മയെ കല്യാണം കഴിച്ച പളനിയുടെ വീട് എവിടെയാണ്? അത് എടുത്തു പോയില്ലേ? ആര്? എടാ, കടലെടുത്ത് പോയില്ലേ? എന്നാലും ഒരു ഉദ്ദേശം. ആ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിവിടുന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു ഇടവഴി കാണാം. ഇടവഴിയിലൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു കപ്പലുണ്ട്. ആ കപ്പലയുടെ അടുത്തായിട്ട് ഒരു കുരിശുണ്ട്. ആ കുരിശാണ് സത്യം. സത്യം എനിക്ക് അങ്ങ് അറിയാൻ പാടില്ല. ആ വരുന്ന പുള്ളിക്ക് എല്ലാം അറിയാം. ആ പുള്ളി നാട്ടിലെ സകല വീടുകളിലും കയറി ഇറങ്ങുന്ന ആളാ. ഈ പുള്ളിക്ക് എല്ലാം അറിയാം. അതെല്ലേ? വൺ മിസ്റ്റർ വെളുത്തച്ഛൻ്റെ വീട് എവിടെയാണ്? വെളുത്തച്ഛൻ്റെ വീട് ചോദിച്ചാൽ ആർക്കും മനസ്സിലാവൂല. വെളുത്തമ്മയുടെ വീട് ചോദിച്ചോ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണിച്ചു തന്നെ വീടാണത്. മാത്രമല്ല ഇപ്പൊ സെറ്റപ്പ് ഒക്കെ മാറി. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി സിനിമാ ഭ്രാന്ത് പോയി നടക്കുകയാണ്. നമ്മളെ മനസ്സിലായില്ല, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി വന്നൊക്കെയാണ്. അല്ല, ഞാനിങ്ങ് ദുബായിൽ നിന്ന് വരിക. പേര് വടപളനിൽ നിന്ന്. ദൈവമേ, വെളുത്തമ്മ അന്വേഷിച്ചു വരാൻ ദുബായിൽ നിന്ന് ആൾക്കാർ വരാൻ തുടങ്ങിയല്ല. പക്ഷേ അവളെ തള്ളേനെ പോലെയല്ല, പിഴച്ചു പോകത്തില്ല. അവള് പിഴച്ചേ ആരാ? മനസ്സിലായില്ലല്ലോ. എന്നെ കണ്ടിട്ട് കുട്ടിക്ക് മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ പളനി, വടപളനി. അങ്ങനെ ദുബായിന്ന് വരുക. ഞാൻ വെളുത്തമ്മയുടെ നേരാങ്ങളെയാ. നേരാണോ അങ്ങളെ? ആരാ മോളെ അത്? നേരാണ് കുട്ടി. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കണ്ടുമുട്ടുന്ന ഒരച്ഛൻ്റെ 2 മക്കൾ. വെളുത്തമ്മക്കറിയാമോ? കൊമ്പനെ പിടിക്കാൻ പോയി നമ്മുടെ അച്ഛൻ്റെ പരിചയം. ഒരു കൊമ്പൻ നടുക്കടലിൽ വെച്ച് കുടുങ്ങി. അതിനെ വലിച്ച് വഞ്ചിയിൽ കയറ്റാൻ ശ്രമിച്ചപ്പോൾ കൊമ്പൻ അങ്ങോട്ട് വലിക്കും, അച്ഛൻ ഇങ്ങോട്ട് വലിക്കും. അങ്ങനെ അച്ഛനും കൊമ്പനുമായുള്ള മൽപ്പിടുത്തം മണിക്കൂറുകളോളം നീണ്ടിരുന്നു. കൊമ്പൻ അച്ഛനെയും വലിച്ചുകൊണ്ട് എങ്ങോട്ടോ പോയി. അപ്പോഴാണ് അച്ഛനൊരു കാര്യം പിടികിട്ടിയത്. അച്ഛൻ്റെ വലയിൽ കൊമ്പനല്ല, കൊമ്പൻ്റെ വലയിൽ അച്ഛനാണ് കുടുങ്ങിയതെന്ന്. അവസാനം അച്ഛൻ ഏതോ ഒരു കടൽ തീരത്തടിഞ്ഞു. അങ്ങനെ അച്ഛനൊരു കര വെച്ച് കൊമ്പനും. കരയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന അച്ഛനെ ദുബായ് പോലീസ് പൊക്കി. എന്നിട്ട് അച്ഛന് മനസ്സിലാകാത്ത ഭാഷയിൽ അറബിയിൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അച്ഛൻ മലയാളത്തിൽ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അച്ഛനെ അങ്ങനെ ജയിലിലടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുബായ് ജയിലിലെ അടിച്ചുകളിക്കാരി ആൽക്കുലത്ത് ദുലാനെയും സുനാമിയെയും ജയിലിൽ വെച്ച് വിവാഹം കഴിച്ചത്. അങ്ങനെയാണ് ഞാനുണ്ടായത്. അങ്ങനെ പിന്നെ പഠിച്ചത് വളർന്നല്ല ദുബായിൽ. നിങ്ങൾ ദുബായ് എന്ന് പറയും, ഞങ്ങൾ UAE എന്ന് പറയും. കഴിഞ്ഞ ദിവസമാണ് പളനിയച്ഛൻ എന്നോട് ആ കഥയെല്ലാം പറഞ്ഞത്. നിനക്കൊരു പെങ്ങളുണ്ടെന്നും നീ അവളെ പോയി കാണണമെന്നും നീ അവളെ പോയി കണ്ട് ദുബായിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്നും പറഞ്ഞു. ബൈ ദ ബൈ, പാസ്പോർട്ട് ഉണ്ടോ കുട്ടിക്ക്? ഇല്ല, പാസ്പോർട്ടില്ല. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ട്. ഒരു 7 ഫോട്ടോ വേണ്ടി വരും. ആരുടെയൊക്കെയാ? ആരാ മോളെ അത്? ഛേ, ആരാണത്?
വാ അകത്തേക്ക് പോകാം. ആരാ? ഞാനാ പളനിയുടെ മകൻ വടവളഞ്ഞി. പളനിയുടെ അതേ മുഖം, അതേ മൂക്ക്, അതേ കണ്ണ്, അതേ ആഹാരം. ആ പളനിന്റെ വാർത്ത വെച്ച പോലെ കമ്പിയില്ലെന്ന് മാത്രം. ഇപ്പോൾ എന്നെ മനസ്സിലായി കാണുമല്ലോ. ഞാനിവിടെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ ദുബായിലേക്ക്. അതിന് റേഷൻ കാർഡും തിരിച്ചൽ കാർഡും മത്സരൽ കാർഡും ഇല്ലാതെ എങ്ങനെയാടാ ദുബായിക്ക് പോണത്? അതെല്ലാം ഞാൻ സംഘടിപ്പിച്ചോളാം. അപ്പം ഇപ്പം വേണ്ട അപ്പൂപ്പ. 15 ദിവസത്തേക്ക് ഞാനിവിടെ ഉണ്ടല്ലോ. സമയം പോലെ കഴിച്ചോളാം. അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടുത്തെ മീൻകറിയുടെ സ്വാദ്. കുറച്ചെടുക്ക് കഴിക്കാം. വാ. എന്നാ വാ. വന്നേ കൊച്ചുണ്ണി വന്നേ, കൊച്ചുണ്ണി വന്നേ, കൊച്ചുണ്ണി വന്ന്, കൊച്ചുണ്ണി വന്നേ, കൊച്ചുണ്ണി വന്നേ, കളാപ്പുറ കൊച്ചുണ്ണി വന്നേ. നമ്മുടെ കൊച്ചുണ്ണി വന്നു. പണക്കാരുടെ വീട്ടിൽ നിന്ന് പാവങ്ങൾക്ക് കട്ടുകൊണ്ട് കൊടുക്കുന്ന നമ്മുടെ കൊച്ചുണ്ണി വന്നു. കടപ്പുറക്കാർക്കല്ല സുഖമാ. കടപ്പുറം കൊച്ചുണ്ണി നമ്മുടെ എല്ലാവരുടെയും കണ്ടിലുണ്ണിയാ. കൊച്ചുണ്ണി വന്നല്ല. ഇത് എവിടെ ആയിരുന്നു കൊച്ചുണ്ണി? ഇപ്പഴാ വിളിക്കിറങ്ങിയത്. അയ്യേ ശ്ശെ. അതല്ല, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാരെയാ നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഹൈ, ഇതന്നെ ഇടയ്ക്കിടയ്ക്ക് വാരി എടുക്കണം. കരിമണൽ ശേഖരിക്കുക. ഈ കരിമണൽ വാരി ഏതെങ്കിലും കരിമണൽ ലോബിക്ക് വിറ്റ് ആ പണം ഏതെങ്കിലും പാവപ്പെട്ട ലൈസൻസ് ഇല്ലാത്ത മണൽ വാരികൾക്ക് കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പുണ്യം കൊണ്ട് കഞ്ഞി കുടിച്ച് കഴിഞ്ഞു പോകാൻ വേണ്ടിയാ, അല്ലാണ്ടൊന്നുമല്ല. അപ്പൊ കൊച്ചുണ്ണിക്കൊന്നും വേണ്ടേ? എനിക്ക് പുണ്യം ഉണ്ടല്ലോ, എനിക്ക് പുണ്യം മതി. പൈസ എന്ന് പറഞ്ഞ എനിക്ക് അലർജി. അതങ്ങനെയല്ല, ഞാൻ മാറിയിട്ട് തരാം. ഇതോ തരുമായിരുന്നു വാരി ഇങ്ങനെ മാറി പാർട്ടി എല്ലാ മണ്ണും മാറിയിട്ടോ, ചുമ്മാ മാറിയിട്ട് എടുത്തു പോ. ഇതാ ഇത് കൊണ്ടുപോ. ശരി. എന്താ രാഘവ ഈ വഴിയൊക്കെ? കല്യാണത്തിന് പണം വല്ലതും ആവശ്യമുണ്ടോ? 100ക്ക് 100 രൂപ വെച്ച് പലിശക്ക് തരാം. അതാവുമ്പോ മുതല് തിരിച്ചടക്കേണ്ടി വരില്ല. അത് ശരിയാ. അത് തിരിച്ചടക്കണതിന് മുമ്പ് രാഘവൻ അടക്കേണ്ടി വരും. അതാണ് അതിന്റെ ഒരു ഗുണം. പണം പലിശയ്ക്ക് വാങ്ങാൻ വേണ്ടി വന്നതല്ല. എന്റെ മോളുടെ കല്യാണത്തിന്റെ സ്വർണം ഇവിടുന്ന് സൂക്ഷിക്കാൻ പറ്റുമോ അറിയാൻ വേണ്ടി വന്നതാ. എന്റെ വീടിന്റെ അവസ്ഥ അറിയാലോ. കല്യാണത്തിന്റെ അന്ന് രാവിലെ ഞാൻ സ്വർണം എടുത്തോളാം. സ്വർണ്ണമൊക്കെ ഞാൻ സൂക്ഷിക്കാം, പക്ഷേ സൂക്ഷിപ്പ് കാശ് തരേണ്ടി വരും. അത് ഞാൻ തരാം. അപ്പൊ ശരി മുതലാളി, ഞാനങ്ങോട്ട്. ചെല്ല്. വലിയ ഉപകാരം. നായ്ക്കറിനേട്ടൻ ഇവിടെ എന്ത് ചെയ്യാ? വെളുത്തമ്മനെ കാത്ത് എന്റെ കണ്ണ് കടച്ചി. ഞാൻ കുറച്ച് പച്ചമരുന്ന് പറിക്കായിരുന്നു. വെളുത്തമ്മ എവിടെ പോയതാ? ഞാൻ കുറച്ച് ഫെയർ ആൻഡ് ലവ്ലി വാങ്ങാൻ പോയതാ. എന്റെ വെളുത്തമ്മ ഈ ഓമന മുഖത്ത് ആവശ്യമില്ലാത്ത സാധനം വാരി തേക്കല്ലേ. വേണമെങ്കിൽ കുറെ ഫെയർ ആൻഡ് ലവ്ലി മേടിച്ചു തരാം. സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും ഇതൊക്കെ ഇടുന്നതാ. ചോ, അത് അവരല്ലേ. ഞാൻ നിന്നെ സ്വന്തമാക്കാൻ തീരുമാനിച്ചിട്ട് നിന്റെ സിനിമാ ഭ്രാന്ത് മാറിയില്ലേ? കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ. ഇത് 14 ദിവസം കൂടി ബാക്കി. അപ്പൂപ്പന് നല്ല നാറ്റങ്ങളൊക്കെ ഉണ്ട്. അല്ല, മാറ്റങ്ങളൊക്കെ ഉണ്ട്. ശ്രദ്ധിച്ചില്ലേ? എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. അത് വെളുത്തമ്മ ശ്രദ്ധിക്കാഞ്ഞിട്ടാ. 30 ദിവസം കൂടെ കഴിഞ്ഞാൽ വെളുത്തമ്മ എനിക്ക് സ്വന്തം. പിന്നെ പിരിക്കുട്ടിക്കായി ഇതൊക്കെ തന്നെയാ പറയാറ്. അല്ല, ഞാൻ പോണു. ആ കാലന് ഞാനൊരു കാലനാ. ആ കിളവൻ എഴുന്നേക്കുമ്പോ അവനെ ഞാൻ കിടപ്പിലാക്കും, അല്ലെങ്കിൽ ഞാൻ കിടത്തും. പന്ത് അങ്ങനെ എല്ലാവരും കളിക്കണം, നോക്കി കളിക്കണം. എല്ലാവരും തെറ്റിക്കരുത്. വീണാനിപ്പം കളിക്കില്ല, കളിക്കില്ല, അടിക്കില്ല, അടിക്കില്ല. അതെന്നാ അവരോട് കാണിച്ചു. ഇവരോട് കാണിച്ചു. കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് കുഴപ്പമില്ല. ദേ വിളിച്ചോ, സിദാൻ 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 വിളിച്ചോ. ഹലോ, ഒരു പാവങ്ങൾ ഇവിടെ കാണുന്നു. ഈ പാവങ്ങളൊക്കെ എന്ത് ഇങ്ങനെ? എന്തൊക്കെയാണ് രാവൻ ചേട്ടാ വിശേഷങ്ങള്? മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. ചെറുക്കന്റെ വീട്ടുകാർ 25 പവനാ ചോദിക്കുന്നത്. ആ കാര്യം ഓർക്കുമ്പോ എന്റെ ചങ്ക് പെടപെടാന്ന് പിടയ്ക്കുക. രാഘവൻ ചേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഈ കടപ്പുറത്ത് കൊച്ചുണ്ണി ഉണ്ടെങ്കിൽ ഉണ്ട് കഴിഞ്ഞിട്ട് ഒരു എമ്പക്കം വിടായിരുന്നു. രാഘവൻ ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാനല്ല ഇവിടെ ഉള്ളത്, ധൈര്യമായിട്ട് വെക്കുവോ. കല്യാണ ചെറുക്കൻ പന്തലിലെത്തുമ്പോ പാവപ്പെട്ട ആ പെൺകുട്ടിക്ക് ആവശ്യമായ സ്വർണം ഞാൻ എത്തിച്ചിരിക്കും. ഇത് കൊച്ചുണ്ണിയാ പറയുന്നത്. കടപ്പുറം കൊച്ചുണ്ണി, 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 കടപ്പുറം കൊച്ചുണ്ണി. ഈശ്വര,
സമാധാനമായി. അവൻ എവിടെങ്കിലും പോയി കക്കട്ടെ. വെളുത്തമ്മ 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 വെളുത്തമ്മ. നിൻ കൽവിൽ നോട്ടമിട്ട് കാനെഞ്ചിൻ സ്നേഹമറിയാൻ എന്തിനാ എന്നെ ഇങ്ങനെ വെറുതെ ഇട്ട് പറ്റിക്കണേ? ഈ പലിശ രാജയുടെ വീട്ടിൽ നിന്ന് കംപ്ലീറ്റ് പൈസ അടിച്ചു മാറ്റി രാഘവൻ ചേട്ടന്റെ മോളുടെ കല്യാണത്തിന് കൊണ്ട് കൊടുക്കാം. ഇവന്മാരിത് എവിടെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ആ, കിട്ടിപ്പോയി. കുറെ ഉണ്ടല്ലോ. എന്റെ പിച്ചാത്തിക്ക് പിടിയുണ്ടാക്കരുത്, അല്ല പണിയുണ്ടാക്കരുത്. തൽക്കാലം ഇത് പിടിച്ചോ, ഒരു കുഞ്ഞറിയരുത്. എന്താടാ പിരിക്കുട്ടി ഇങ്ങനെ കിടന്ന് പരിങ്ങണേ? അതെ, ഞാൻ രാഘവഞ്ചന്റെ കണ്ടു എപ്പോഴും ഒഴിഞ്ഞു മറിയാണ്. അത് ഞാൻ നിനക്കും തരാനല്ലോടാ പിരിക്കുട്ടി. അതല്ല, രാഘവഞ്ചന്റെ ഈ ദുഃഖിച്ചുള്ള മുഖം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഫീലിങ്സ് ആവും. എല്ലാം നഷ്ടപ്പെട്ടവന്റെ ഒരു അവസ്ഥയിലാ പിരിക്കുട്ടി ഞാനിപ്പോ. വല്ല വിഷവും കഴിച്ച് ചത്താലോ എന്ന് വരെ ആലോചിക്കുന്നുണ്ട്. ബൈ ദ വേ, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് രാഘവഞ്ചന്റെ ചെയ്യാൻ പറ്റുമോ? വല്ല കെട്ടിത്തൂക്കും ചാകാനോ മറ്റാണോ? അതല്ല, ഈ കടപ്പുറത്ത് പല അത്ഭുതങ്ങളും കാണിച്ചിട്ടുള്ള അച്ഛനാണല്ലോ കടപ്പുറത്ത് കത്തനാര്. അദ്ദേഹത്തിന്റെ സിദ്ധിയിൽ കിട്ടിയാൽ ഈ 25 പവൻ എവിടെ ഉണ്ടെന്ന് ആ അച്ഛൻ അറിയാൻ പറ്റും. ആ പലിശക്കാരനും ഇവിടെ ഉള്ള നാട്ടുകാരെല്ലാം വിളിച്ചു വരുത്തിയിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ആ നായ്ക്കരണത്തിന് മാത്രം അച്ഛന്റെ അടുത്ത് കൊണ്ടുപോകരുത്. ശരി, അങ്ങനെ ചെയ്താലേ കാര്യമുള്ളൂ. ഇത് വല്ലതും നടക്കുവോ ആവോ? 25 പവനല്ല, അതായത് അത്തനാറച്ചൻ കണ്ടുപിടിക്കും പറഞ്ഞാൽ കണ്ടുപിടിച്ചിരിക്കും. ഇതെന്താണ് എഴുതി വെച്ചേക്കണത്? മനസ്സിലായ? അതെ, അറിയില്ലേലും ഞാൻ വായിച്ചത്. അച്ഛന്റെ പഴയ HMD വാച്ച് കാണാനില്ല, കണ്ടു കിട്ടുന്നവർ പള്ളി കമ്മിറ്റി ഓഫീസിൽ ഏൽപ്പിക്കുക. അതാണ് സംഭവം. കണ്ടോ, ഇതൊക്കെ വിളിച്ച് കാണിക്കാൻ കൊണ്ടുവന്നവരെ നിങ്ങൾ തള്ളണം. ആരെ? അതാരാണ് ശരി, അവനെ തള്ളണം. ആരോട് കൊണ്ടുവന്നവനെ തല്ലണം അല്ലേ? ഇവനല്ലേ കൊണ്ടുവന്നത്? കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. എല്ലാം കട്ടുകൊണ്ടുപോയി. ഈ വീട് പണയപ്പെടുത്തിയ രാഘവന് സ്വർണം എടുത്തു കൊടുത്തത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ ഒരു ഗുണമുള്ള കേസാ. എന്താടോ പളനി, കാര്യം പറ. കുറച്ച് പണം മുടക്കിയാൽ ഗുണമുള്ള കേസാണ്. ആ, ഇവിടെ ദുഃഖിച്ചിരുന്ന് ജീവിതകാലം മുഴുവൻ കഴിച്ചു കൂടിയിട്ട് കാര്യമില്ല. ഒരു കര വെച്ചണ്ടേ? പിന്നെ അങ്ങേ കര. ഞാൻ അറിഞ്ഞു ദുബായിക്ക് ആളെ കൊണ്ടുപോകാൻ കഴിവുള്ള ആളാണ് വടവളനിന്ന്. ആട്ടെ, എത്ര രൂപ വേണ്ടി വരും? നിസാരപ്പെട്ട 50,000 രൂപ. വീടും സ്ഥലവും പണയപ്പെടുത്തി 50,000 രൂപ ബാക്കിയുള്ളൂ. അത് ഞാനും മാത്രമേ ഇനിയുള്ളൂ. അത് തന്നാൽ നിങ്ങൾ ഞാൻ ബാക്കിയാക്കും. എന്ത്? അല്ല, ദുബായിലെ അറിവികളെല്ലാം നിങ്ങളുടെ ബാക്കിലാകും എന്നാ പറഞ്ഞത്. എന്നാ ശരി, ഞാനിപ്പോ വരാം. രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. ദാ. ഇത് മതി, നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തും. എന്റെ പൊന്നു സാറേ, ഞാനല്ല കട്ടത്. തന്നതാണ് ലവൻ. എന്റെ പിച്ചാത്തിക്ക് പിടിയുണ്ടാക്കരുത്, അല്ല പണിയുണ്ടാക്കരുത്. ആരാണെന്ന് മാത്രം പറഞ്ഞാ മതി. തമിഴാണ് ഏതാനേ ആ കള്ളൻ സംസാരിച്ചത്. എങ്കിൽ പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നുടാ. പിസി, ഇവന്റെ ഫിംഗർ പ്രിന്റ് എടുത്തോ. തന്റെ മകളുടെ കല്യാണത്തിനടുത്ത് എത്ര പവൻ സ്വർണ്ണാടോ അയാൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്? 25 പവൻ. തമിഴ്നാട്ടിൽ നിന്നുള്ള കള്ളന്മാരെ സെർച്ച് ചെയ്ത് നോക്കട്ടെ. വിരലടയാളം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവന്മാരെ പൊക്കാം. നടക്കണം. രാഘവൻ ചേട്ടോ,
കൊച്ചുണ്ണിയോ? എന്താ കൊച്ചുണ്ണി? കല്യാണത്തിന് എത്താൻ കഴിഞ്ഞില്ല. കല്യാണത്തിന് മുമ്പ് എത്തിക്കാമെന്ന് പറഞ്ഞ സ്വർണം എത്തിക്കാൻ കഴിഞ്ഞില്ല. കാരണം മറ്റൊന്നുമല്ല, കളവ് കഴിഞ്ഞ് വരുന്ന വഴി ക്ഷീണം കാരണം ഒരു മരച്ചോട്ടിൽ നിന്ന് ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോ സ്വർണം കാണാനില്ല. അതാര് കൊണ്ടുപോയി? അവൻ തന്നെ, അല്ലാണ്ടാരാ. എന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാൻ കഴിയുന്ന ആൾ ഇത്തിക്കര പക്കി മാത്രം. ഇത്തിക്കര പോയി പക്കിയുടെ പക്കിന് 2 കുത്തു കൊടുത്ത് സാധനം റിലീസ് ചെയ്തപ്പോ താമസിച്ചു. അതാ ലേറ്റ് ആയത്. പിന്നെ അവിടെ നടന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ നടന്ന സംഭവങ്ങൾ കൊച്ചുണ്ണി അറിഞ്ഞോ? ഇവൾക്ക് വേണ്ടി എടുത്ത സ്വർണം മൊത്തം സൂക്ഷിച്ചിരുന്ന ആ പലിശക്കാരൻ മൂപ്പന്റെ വീട്ടിലാ. അവിടുന്ന് ആരോ കട്ടോണ്ടുപോയി. എന്റെ മകളുടെ കല്യാണവും മുടങ്ങി. കല്യാണം മുടങ്ങിയ പെണ്ണിനെ ആര് കെട്ടാനാ? എന്റെ മോള്. രാഘവേട്ട, എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. ചേട്ടന് സമ്മതമാണെങ്കിൽ ഈ നിൽക്കുന്ന കാർമുക്കി ഞാൻ കല്യാണം കഴിക്കാം. ഒരു കള്ളനായ എനിക്കും ഒരു ഹൃദയമുണ്ട്. നിനക്ക് മാത്രമല്ലടാ, ഹൃദയം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇവൾക്ക് സമ്മതമാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. എനിക്ക് കൊച്ചുണ്ണേട്ടനെ കല്യാണം കഴിക്കാൻ സമ്മതക്കുറവൊന്നുമില്ല. എങ്ങനെയെങ്കിലും എന്റെ കല്യാണം നടന്നാൽ മതി. വീട്ടിൽ നിന്ന് മോഷണം നടത്തിയ തമിഴൻ ഇവൻ തന്നെയാണോ? വിരലടയാളം ഇവന്റെ തന്നെയാ. എടോ, ഇവൻ തന്നെയാണോ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. എടാ അതേ മുതലാളി, ഇവൻ തന്നെയാണ് കള്ളൻ. ഒരു സംശയമില്ല, ഇവൻ തന്നെയാണ് കള്ളൻ. 2 കൈയില്ലാത്ത ഇവന്റെ വിരലടയാളം പറഞ്ഞു എന്ന് പറഞ്ഞാ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഈ തുറക്കാർക്ക് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞങ്ങൾക്ക് കോപ്പിലെ സംശയം. ഏതായാലും ഇപ്പൊ കൃത്യമായിട്ട് വിരലടയാളം പതിഞ്ഞ്. ഞാനിവിടെ വന്നിട്ട് ഇന്നേക്ക് 19 ദിവസമായി. നാളെ എനിക്ക് ദുബായിക്ക് തിരിച്ചു പോയേ പറ്റൂ. അതിന് പോകണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? എനിക്കൊരു സമാധാനവുമില്ല. ഞാൻ എൻ്റെ പെങ്ങളെ തനിച്ചാക്കി ദുബായിൽ ചെല്ലുമ്പോൾ അച്ഛനോട് എന്ത് സമാധാനം പറയും? പിന്നെ ഒരു കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സമാധാനമുണ്ട്. തുറക്കാരുടെ കയ്യിൽ നിന്നും ദുബായിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പറ്റിച്ച കാശ് കെട്ടിവെച്ച് നമ്മുടെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാമല്ലോ. അപ്പൊ അവരെയൊന്നും ദുബായിക്ക് കൊണ്ടുപോകുന്നില്ല അല്ലേ? അപ്പൊ നിനക്ക് തുറക്കാരാണോ വലുത്, സ്വന്തം അച്ഛനാണോ വലുത്? എന്നാലും നാട്ടുകാരെ പറ്റിക്കേണ്ടിയിരുന്നില്ല. ദുബായ് കടപ്പുറത്തെ ഏതെങ്കിലും ഒരു വഞ്ചി കടമെടുത്ത് ആ വഞ്ചിയിൽ ഒരു കൊമ്പനെ പിടിക്കാൻ അച്ഛനെ ഏൽപ്പിച്ചാൽ കൊമ്പനി ഇവിടുത്തെ കടപ്പുറത്ത് അച്ഛനെ എത്തിച്ചോളും. അച്ഛനെ ദുബായിൽ എത്തിച്ചതും കൊമ്പനാണല്ലോ. അങ്ങനെയാകുമ്പോൾ അച്ഛൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ലാഭം. നാട്ടുകാർ വീട്ടിൽ വിസയുടെ പൈസ അന്വേഷിച്ചു വന്നാൽ ഞാൻ എന്ത് സമാധാനം പറയും? ഞാനവിടെ ചെന്ന അറബികൾക്ക് കേരളത്തിലേക്ക് വിസ കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ പറ്റിച്ച് ഇവിടെ പറ്റിച്ചവരെ കാശ് അയച്ചു തരാം. ഇപ്പൊ അവിടുത്തെ ജോലി എന്താന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പോയിരട്ടെ വെളുത്തമ്മേ. അപ്പൂപ്പ വരാൻ നിക്കണ്ട കേട്ടാ, നീ ഒന്ന് പോയി കിട്ടിയാ മതി. ഈ തൊറയുടെ ഒരു കഷ്ടകാലം. എന്നാലും ആ വടപളനിനെ സമ്മതിക്കണം. പ്രിയമുള്ള പിരിക്കുട്ടിക്ക് മായൻകുട്ടി എഴുതുന്നു. ആയിക്കോട്ടെ. യുനാനി ചികിത്സയിൽ വെളുത്തച്ഛനെ എഴുന്നേൽപ്പിക്കാൻ ഒരു മരുന്നുമില്ല. നായകരന് വെളുത്തമ്മയെ കിട്ടാതിരിക്കാൻ കിളവനെ തട്ടിക്കളഞ്ഞേക്കും. അതേ ഇനി ഒരു മാർഗവും. ഹായ് വെളുത്തച്ഛാ. ഇതിനെ തീർന്നു കിടക്കുവാണോ? നാളെ 30. ആ റവം വെട്ടുന്നതിന് മുമ്പ് ഞാൻ വെട്ടു. പിരിക്കുറ്റേ, നീ എന്താടാ ഒറ്റക്കിരുന്ന് വർത്താനം പറയണത്? ഇന്ന് യുനാനി ചികിത്സയുടെ അവസാന ദിവസമാണ്. എന്തോ ഇന്നത്തെ ചികിത്സയിൽ ചെറിയൊരു തരിപ്പ് ശരീരത്തിലുണ്ടാവും. ഒരു വലിയ സുനാമി വന്ന പോലെ. ഈ യുനാനി കമ്പി പതിയെ പെരുവറിൽ മുറുക്കിയതിന് ശേഷം ഈ യുനാനി കമ്പി ഈ പെരുവറിൽ ശരിക്കും മുറുക്കുക. അപ്പൊ വെളുത്തച്ഛൻ ശരിക്ക് കറക്ക ഇങ്ങനെ ചെറിയ പരിപാടിയുള്ളൂ. ഇത് നല്ല കണ്ട ഇതിൻ്റെ അറ്റം കൊണ്ടുപോയി ഇത് ന്യൂട്രൽ കുത്ത, ഇത് പൈസ കുത്ത. അപ്പൊ പൈസും കൂടി ചെല്ലുമ്പോഴത്തേക്കും വെളുത്തച്ഛൻ്റെ പൈസയിൽ ഒരു മാറ്റം ഉണ്ടാകും. അതാണ് യുനാനി ചികിത്സ. അപ്പോൾ ഓൺ ചെയ്യാം.
എന്താ ഇത്? എന്റെ യുനാനി ചികിത്സ എന്താ ഫലിച്ചേ. ചാണകം? വെളുത്തച്ഛ ഉമ്മ. ഉമ്മ. ആ, 29, ശരിയായി കേട്ടോ. എന്റെ പച്ചമരുന്ന് ചികിത്സ ഫലിച്ചേ. യാ! നിന്റെ പച്ചമരുന്ന് ചികിത്സ എന്താണ് എല്ലാം യുനാനി ചികിത്സ ഉണ്ടാ. വെളുത്തച്ഛൻ എഴുന്നേറ്റ ഇത് കണ്ടാ ഇത് നോക്കിയേ. ഷോക്ക് അടിപ്പിച്ച ഏത് മൃഗമല്ല മനുഷ്യനും എഴുന്നേക്കും. പിന്നെ കോപ്പിലെ യുനാനി. എടാ നീ പച്ചമരുന്ന് എന്താ കണ്ടിട്ടുണ്ടോടാ നീ പച്ചമരുന്ന് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്ന് നിർത്തടാ. എന്താ എടാ യുനാനി മരുന്ന് കൊണ്ടാണോ പച്ചമരുന്ന് കൊണ്ടാണോ ഞാൻ എഴുന്നേറ്റെന്ന് നമ്മുടെ വെളുത്തമ്മ പറയട്ടെ. ഉമ്മക്ക് അവളോട് ചോദിക്കാതെ അവള് മുറിക്കാത്തിരുന്ന് പഠിക്കണ്ടെന്ന്. അതെ എന്നിട്ട് വെളുത്തച്ഛന് ഉമ്മക്ക് വന്നേ. തീരുമാനിക്കാം. എന്റെ പൊന്നു വെളുത്തച്ഛ അതെ എന്റെ യുനാനി ചികിത്സ കൊണ്ട് വെളുത്തച്ഛൻ എഴുന്നേറ്റ് കിടന്നെന്ന് വെളുത്തമ്മയോട് ഒന്ന് പറഞ്ഞേക്കണം. ഓ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ പച്ചമരുന്ന് ചികിത്സ കൊണ്ടാണ് വെളുത്തച്ഛൻ എഴുന്നേറ്റതെന്ന് വെളുത്തമ്മനോട് പറഞ്ഞില്ലേ? എന്റെ അമ്മച്ചിയാണ് അതേ പച്ചമരുന്ന് ചികിത്സ കൊണ്ട് കിടന്ന അതേപോലെ കിടത്തും ഞാൻ. ആരെ കിടത്തുമെന്ന് ഞാൻ കാണിച്ചു തരാടാ. നീ വാടാ നീ കാണിച്ചു തരാടാ. പിരീക്കുട്ടിക്ക് നായ്ക്കരനേട്ടനും അറിയാൻ അപ്പൂപ്പൻ എഴുന്നേൽക്കുന്ന എൻ്റെ പ്രതീക്ഷ അസ്തമിച്ചു. പക്ഷേ ജീവിതത്തിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എനിക്കൊരു സിനിമാ നടിയാവാൻ കഴിയുമെന്ന്. കാത്തിരുന്നത് പോലെ തന്നെ അലോഹിതദാസിൻ്റെ പുതിയ ചിത്രമായ മരംകേറി പെണ്ണിന് മരം വെട്ടി ചേർക്കൻ എന്ന സിനിമയിൽ എന്നെ നായികയാക്കി സെലക്ട് ചെയ്തു. ഞാൻ വൈകുന്നേരത്തെ 6:30 മദ്രാസ് മെയിലിൽ കോടമ്പക്കത്തിന് പോകും. ഇനി എന്നെ കാണണമെങ്കിൽ കടപ്പുറം ഡോൾഫിൻ ടാക്കീസിന്റെ സ്ക്രീനിൽ കാണാം. ഗുഡ് ബൈ. മണി 5:15 കഴിഞ്ഞു. അവൾ 6:30 ട്രെയിനിലല്ലേ പോണത്? വെളുത്തച്ഛൻ എഴുന്നേറ്റ് അറിഞ്ഞ അവള് സകല സിനിമാ മോഹം ഉപേക്ഷിച്ച് വെളുത്തച്ഛന്റെ അടുത്ത് പാഞ്ഞെത്തും. ഞങ്ങൾ കൊണ്ടുവരും. പാടാ മക്കളെ നിങ്ങൾ ആര് കൊണ്ടുപോയാലും വെളുത്തമ്മേനെ എന്നെ ഒന്നും ഉണ്ടെന്ന് കാണിക്കണം കേട്ടാ. എന്റെ വല്ലാറ് വെളുത്തമ്മേ. വലിയ ശല്യമല്ല. എന്താടാ ഇത്? എന്താണെന്നാ ഇങ്ങനെ സൈക്കിളെ ട്രെയിൻ പോകണേ. നീ ഓടിക്കും. ആ കേറ്. ആ കേറിക്കേ. കവച്ചു വെച്ച് കയറ്. എങ്ങനെ ഇതിലൂടെ അടിയിൽ കൂടെ അങ്ങനെ കവച്ചു വെക്കണം. ഇങ്ങനെ ഇരിക്കും. പോട്ടെ. നല്ല സ്പീഡിൽ ഇതുപോലെ നല്ല സ്പീഡിൽ ചവിട്ടട. ഇവിടുന്ന് സൈക്കിളിലോട്ട് പഠിക്കണം. നല്ല സ്പീഡ് വേണം സൈക്കിളിൽ. എടാ ഒന്ന് ഇങ്ങനെ ചവിട്ടെങ്കിലും ഉള്ളൂ നമുക്ക് ട്രെയിനും. എടാ ഒന്ന് സ്പീഡിൽ ചവിട്ടാം. ട്രെയിൻ പോകുന്നു. ഇവനെന്താണ് ഈ കാണിക്കണത്? നീ എന്നെ കൊല്ലാൻ കൊണ്ട് നടപ്പിശാശേ. അറിയാൻ പാടില്ലായിരുന്നു. അറിയാൻ പാടില്ല. ചവിട്ടാൻ നിൽക്കരുത്. ആവശ്യമില്ലാത്ത പണി. നീ ചവിട്ടെ നമുക്ക് പെട്ടെന്ന് പോവാം. ട്രെയിൻ എടാ ആയിക്കരണ എന്താണ് നമുക്ക് രണ്ടുപേർക്കും മരിക്കാല്ലടാ. ആടാ അതാണ് വിധി. ഇപ്പൊ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടും അരഞ്ഞു പോവല്ലേടാ. പോട്ടെടാ. എന്നാലും നമ്മുടെ വെളുത്തമ്മ എന്നെ നിന്നെ കൈ പിടിഞ്ഞു അല്ലടാ. നമ്മള് രണ്ടും മരിച്ച നമുക്ക് ആരുണ്ടാവൂടാ. നിങ്ങളെന്താ ഇവിടെ കിടക്കുന്നു? ആത്മഹത്യ ചെയ്യാനാ. ആത്മഹത്യ ചെയ്യാൻ കിടക്കുന്നവർക്ക് എന്തിനാ പൊറോട്ട ഇറച്ചിക്കറിയും? എടാ പന്നി, ട്രെയിൻ ലേറ്റ് ആയ ഫുഡ് നിന്റെ അപ്പം കൊണ്ടുവന്നു തരും. ഒന്ന് എന്താണ് എവിടെ നിന്നാണ് ഇപ്പൊ ട്രെയിൻ തന്നെ? അവിടെ നിന്നും വരും ഇവിടെ നിന്നും വരും. അവിടെ നിന്നായിരിക്കും. അവിടെ നിന്നാണെങ്കിൽ ആദ്യം നീ ചാവും. ഇവിടെ നിന്നാണെങ്കിൽ ആദ്യം നീയാവും. അതെ എനിക്ക് പേടിയായിട്ട് പാടില്ലടാ. കാരണം എനിക്കും പേടിയായിട്ട് പാടില്ലടാ. ആളെ കൊല്ലണ സാധനം വന്നടാ. എഴുന്നേറ്റോ. എടാ എന്താടാ പോയെ? എന്തൊരു കാറ്റല്ലേ, എന്തൊരു എരവം. എടാ ചാടി എടുത്തിട്ടില്ലായിരുന്നോണ്ട് തല കൊണ്ടുപോയത്. ഈ ചാകാൻ കിടക്കണവനൊക്കെ സമ്മതിക്കണല്ലേ? മാനസമൈനി വരൂ മധുരം നുള്ളി തരൂ നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരേ ആരേ മാനസമൈനി വരൂ മധുരം